തോന്നുന്നത്. കാരണം മറ്റൊരു രാജ്യത്തിൽ ഇത്രയധികം മലയാളികൾ ഒത്തുകൂടുക എന്ന് പറയുന്നത് അപാരമായ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്. മറ്റൊരു രാജ്യത്തിലെത്തി അവിടേക്ക് നമ്മുടെ നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുത്ത്, ആകെ നമ്മുടെ നാട്ടിൽ നിങ്ങൾ അയക്കുന്ന പൈസ ഉള്ളൂ കേട്ടോ. അതെന്നാണ് അവിടെ ആ കുഞ്ഞു സ്ഥലം രക്ഷപ്പെടുത്തി എടുത്തത് കഴിഞ്ഞ 40 കൊല്ലമായിട്ട് പ്രവാസി മലയാളികൾ. അതിൽ വലിയൊരു പങ്കാണ് ദുബായിലെയും അബുദാബിയിലെയും ആളുകൾക്ക്. ഈ CAD പറഞ്ഞാലേ ഇവിടെ കൈയടിക്കുള്ളൂ, അല്ല അങ്ങനെ എനിക്ക് അർത്ഥം. അല്ല, മൂപ്പര് വന്നിട്ട് 3 തവണ കൈയടിപ്പിച്ചപ്പോ ഇനി അങ്ങനെ വല്ല ആചാരങ്ങളും ഉണ്ടോ എന്നറിയില്ലല്ലോ. എന്താണ് ഇടുക്കി ഗോൾഡ്? ഞാനിവിടെ വന്ന് ഇന്നലെയാണ് വന്ന്. ഞാൻ അബുദാബിയിൽ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് വരുന്നത്. ദുബായിൽ അസംഖ്യം തവണ വന്നിട്ടുണ്ടെങ്കിലും അബുദാബിയിൽ ആദ്യമായിട്ടല്ല, 10 വർഷം മുന്നേ മറ്റോ ഒരിക്കൽ വന്നതാണ്. അപ്പൊ ഇവിടെ വന്നപ്പോൾ എന്നോട് എവിടെ ഇറങ്ങിയാലും മലയാളം ഉണ്ടാവുമല്ലോ. അപ്പം രാത്രി ഒന്ന് നടക്കാൻ ഇറങ്ങിയപ്പോൾ കുറെ മലയാളികൾ കണ്ടു. എന്താ പരിപാടികളെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു ഇനാഗുറേഷനാണ്, ഇടുക്കി ഗോൾഡ് എന്നാണ്. അപ്പൊ ഇവരെന്താണ് നിങ്ങളതിനത് ഇനാഗുറേറ്റ് ചെയ്യുന്നത്? അത് ഓൾറെഡി ഉള്ളതല്ലേ. അപ്പൊ ഞാൻ എങ്ങനെയുണ്ട്? ഓ, അസല് റെസ്റ്റോറൻ്റ് ആണ്, നല്ല റെസ്റ്റോറൻ്റ് ആണ്. എന്നിട്ട് അവരെന്നോട് പറഞ്ഞത്, ഇത്രയും സ്വാദിഷ്ടമായ ഭക്ഷണം ഇത്രയും ചെറിയ രൂപയിൽ അല്ലെങ്കിൽ ദിറമിൽ കിട്ടുക എന്ന് പറയുന്നത്, ദിറംസിൽ കിട്ടുക എന്ന് പറയുന്നത് ഒരിക്കലും എത്രയാണ് ചോദിക്കുമല്ലോ മലയാളിയില്ലേ, എത്രക്കൊക്കെയാണ് ഇവർ കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ.